വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ വരുന്ന പൂവിൽ ചാടാൻ വേണ്ടി വന്നേക്കണം. നല്ല ഹോസ്പിറ്റാലിറ്റി ഒക്കെ അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈഡ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ഓവറോൾ ഒരു 360 വ്യൂ കാണിച്ചു തരാം. എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഫങ്ഷൻ നടത്താൻ പാകത്തിനുള്ള ഒരു ചെറിയ കാർപ്പറ്റ് ഏരിയ, അത് കഴിഞ്ഞിട്ട് അതിനോടനുബന്ധിച്ചുള്ള ഇരിക്കാനുള്ള ഫുഡ് കോർട്ട്, പിന്നെ അവിടെയൊക്കെ എന്താ വെച്ചാൽ ഫോക്കസ് ഓക്കെ, അത് ഒരു ബഫറ്റ് ഹോളാണ്. അവിടെ റിസപ്ഷൻ ഉണ്ട്. ഇത് ഓണർ താമസിക്കുന്ന വീട്. ഇവിടെ പുള്ളി ഇവിടുത്തെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ. പുള്ളി താമസിക്കുന്ന അവിടെയാണ്. അപ്പോൾ പുള്ളിക്ക് നോട്ടമുണ്ടോ ഈ പറഞ്ഞ ചുറ്റുമുള്ള എല്ലാ എൻ്റയർ ഏരിയയിൽ. ഇത് പൂള്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും മാവുണ്ടാവും. എവിടെ ചുറ്റിനും മാവായിരിക്കും. ഇപ്പോൾ നമ്മൾ നടന്നു വന്നപ്പോഴേ അവിടെ മാമ്പഴം ചാടി. പക്ഷെ കിളിയൊത്തിയായിരുന്നു, അല്ലെങ്കിൽ എടുത്ത് കഴിക്കായിരുന്നു. അങ്ങനെ എപ്പോൾ ചാടി വരണം കാണാമോ? ആയിഷേ ആ ഇന്നത്തെ കുളി കഴിഞ്ഞു ഗൈസ്. ഞാൻ ഇറങ്ങിയില്ല, ഇവന് ജസ്റ്റ് ഒന്ന് കാലടിച്ച് അവരെ കുളിപ്പിച്ച്. കാക്കമാര് കൊണ്ടെടുക്കുമായി. അയ്യോ കേട്ടോ, നീ ഫുഡ് കഴിക്കാൻ പറ്റും. റൂമിൽ പോയി ഡ്രസ്സ് കുളിച്ചിട്ട് ഓക്കെ ബൈ. ഓ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോവാം. ഞാൻ നല്ല പറഞ്ഞേ കാണിച്ചു തരാം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാട്ടോ? ഇത് ചെതിൽ കയറാണ്ട് ടെർമിനേറ്റർ കലക്കിയിട്ടാണ് അവർ കുഴക്കണം, മിക്സ് ചെയ്യണം. ചെതിൽ കയറാണ്ടിരിക്കാൻ എന്താ ചെളി വെച്ച് ഇതെല്ലാം എഴുതും. അപ്പോൾ അതിൻ്റെ പണി ഫിനിഷ് ആവും. ഇതുപോലെ ഫസ്റ്റ് കോട്ട് പൊതിഞ്ഞിട്ടാണ് സെക്കൻഡ് കോട്ട് അതെല്ലാം മെഴുകണത്. ശാന്തസുന്ദരമായ പാലക്കാടിൻ്റെ കാറ്റിൻ്റെ പ്രകൃതി രമണീയതയും മാത്രമേ ഉള്ളൂ ഇവിടെ. അതായത് കോടയില്ല, തണുപ്പില്ല, ഓവർ ചൂടില്ല. ഈ ഡിസംബർ മാസത്തിൽ ഡിസംബർ 2020 ഡിസംബർ 29 നല്ല കാറ്റ്, നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഇവിടുത്തെ ഒരു പകൽ കാഴ്ചകളാണ് ഞാൻ. എന്താണ് ഞാൻ പറഞ്ഞ പുള്ളിട്ട് താമസിക്കുന്നത്? എൻ്റെ കോട്ടേജ് സെറ്റല്ലേ. ഇവിടെ ഫുഡ് കൗണ്ടർ, റിസപ്ഷൻ. പിള്ളേർക്കൂടെ ഒരു ചെറിയ പാർക്കൂണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ഇരിക്കാനുള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്ക്. ഇതായിരിക്കും അവരുടെ ആദ്യത്തെ ഒരു കേന്ദ്രം. വളരെ മനോഹരമായിട്ട് തന്നെ ഈ നിർമ്മിതിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ നെല്ലിക്ക ഉണ്ടായിരുന്നു കാണാം, മൊത്തം നെല്ലിക്ക, നിറയെ നെല്ലിക്ക. ചെറിയൊരു മരം അപ്പുറത്ത് നിൽക്കണ ആര്യപ്പണം, അത് വലിയ മരം. പേടുത്തൂറൻ വാ ആയിഷ അതിൽ കൂടി കുറെ കിടപ്പുണ്ട്. ഉദ്ദിറാ
പോകാറാവും മാത്രം പോരുട്ടപ്പേ ഞാൻ പറഞ്ഞില്ലേ പോകാറാവും മാത്രം വരും. എടാ വീഴും വീഴും. കണ്ണാ നടു കുത്തരുത്, ഇരിക്കാനേ പാടുള്ളൂ, മനസ്സിലായാ? പുറം കുത്തരുത്, നടു നേരക്കി എന്നിട്ടും പോരാ. നടു നേരക്കി. ആ അങ്ങനെ ശരിയല്ലേ? ആ ഇവരുടെ എൻട്രൻസ് ഈ സൈഡിലാണ്. നമ്മൾ ഇത്ര വന്നത് ബാക്ക് സൈഡ് ഇവിടെ പോയി. ഇതാണ് ഇവരുടെ എൻട്രൻസ്. മാംഗോ വില്ലേജ് ഇതാണ് ഇവരുടെ എൻട്രൻസ്. നമ്മൾ വന്ന ബാക്ക് ഇവിടെ പോയി. നല്ല സൈനസിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. എന്താ പറയുക, ഈ പെട്ടെന്ന് എങ്ങനെയാണ് ആ ശബരിമലയ്ക്ക് പോയിട്ട് കൂട്ടുകാരൻ്റെ തലയിട്ട് കൂട്ടിയിടിച്ചു. ഡിസംബർ 7 ഇടിക്കുക. ആ വേന ഇപ്പോഴും ഉണ്ട്. അന്ന് തൊട്ട് തുടങ്ങിയ ജലദോഷം ഇതുട്ടാ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. ഉഷാറില്ല വേറെ. പക്ഷെ നമ്മൾ ഉഷാറുണ്ടാക്കുകയാണ് ചെയ്യണം ഏത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചെക്കൗട്ട് ചെയ്യണം. പിന്നെ അവിടെ നിങ്ങൾ കയറിയോ? ഈ വഴി വാടാ മോനെ. പാടുള്ള വഴികളിലൂടെ സഞ്ചരിച്ച് എതിരൂക്കി ഇതായിട്ട് നമ്മൾ കിടന്ന റൂമ്. നമ്മൾ കിടന്നതിന്റെ കോലം ഇങ്ങനെയല്ല, നേരെ കിടന്നിരുന്നല്ല. ഇതൊരു ബെഡ്റൂം. ഇത് അതിൻ്റെ തന്നെ ഹോള്, മെയിൻ ഡോറ്, പ്ലസ് ഇവിടെ നിന്നൊരു പാസേജ് ഉണ്ട്. പാസേജ് ത്രൂ അപ്പുറത്തെ ബെഡ്റൂമും ഹോള്, അപ്പുറത്തെ ബെഡ്റൂമും. അങ്ങനെ സ്ഥിരം മലയാളി പങ്ക. അടിച്ചു മാറ്റി. ബൈ ബൈ. വീണ്ടും സന്ധിക്കും വരെ വണക്കം. പാക്കപ്പാണ്. ആ ഓക്കെ. അവിടെ പോയി കോട്ടയം. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്താ ലൊക്കേഷൻ, എന്താ മൂഡ്. ഫുൾ മാവ്, 45 ഏക്കർ ഫുൾ മാവും തോട്ടം. എങ്ങനെയുണ്ട് സ്ഥലം? പതിവ് പോലെ കൊള്ളാം. ഏതെങ്കിലും പറഞ്ഞ കൊള്ളാത്തിട്ടാ? അല്ല കൊള്ളാമെന്ന് നീയല്ല പറയണേ. ഞാനാണ് നിന്നേക്കാ മുമ്പ് ഉണ്ട്. ഞാൻ അറിയൂ, നീ 10 മണി ഉണ്ട്, ഞാൻ 7:30 ഉണ്ട്. എന്ത് എനിക്കത് ഇതിന്റെ പ്രശ്നമുള്ളത്. നാളെ ഡോക്ടറെ കാണണം. എനിക്കത് വേറെ കേസ്. പക്ഷെ നല്ല ഇത് നടക്കായിരുന്നല്ലേ? ശരിയാണ്. ഇപ്പൊ നടന്നാലോ? നീ ഇപ്പൊ നടന്നിട്ടോ? ഞാൻ വണ്ടി എടുത്താ ആകെ പൊട്ടിച്ചു തരുന്നു. ഫുൾ എന്താ അടിപൊളി സെറ്റപ്പ് അല്ലേ? ആര് കണ്ടിട്ട പ്രമോഷൻ. ഇത് ഞാനും എന്റെ വൈഫും കാണും. അവളും കാണൂല, അവൾക്ക് പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട്. മനസ്സിലായ? പിള്ളേര് കുറെ കഴിയുമ്പോഴത്തെ പിള്ളേര് ഇരുന്നാണ്. അത്രേ ഉള്ളൂ. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. എന്താ കഴുകിട്ട് ഉപയോഗിക്കണല്ലോ അവരെന്ന് പറഞ്ഞിട്ട്. മാമ്പഴം അല്ല, വീണ്ടും സന്ധിക്കും വരെ മാപ്പിൽ അല്ല, ജോഗ്രഫിക്കലി ലെഫ്റ്റ് ആയിരിക്കും.
കൊല്ലങ്കോടിന്റെ ഗ്രാമീണ ഭംഗി പകർത്തുന്ന മോഡൽ ഇതാണ് താമരപ്പാടം. എന്താ ഫ്രെയിം വെയിൽ കൊള്ളുന്ന പേടിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത 3 യുവാക്കളും കുറെ കുട്ടികളും. പിന്നെ കുട്ടികൾക്ക് പിന്നെ ഇറങ്ങണമെന്നുണ്ടാവും.